കൃപാസന മാതാവേ നന്ദി പറയുന്നു. ഞാൻ 2019 ജൂൺ 13 തീയതിയാണ്. എൻ്റെ പേര് റെജി. ഞാൻ വരുന്നത് ട്രിവാൻഡ്രം, അവിടെ പൈറ്റോള എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ 2019 ജൂൺ 13 തീയതിയാണ് ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ആ വർഷം തന്നെ ജാനുവരി 2 തീയതിയായിരുന്നു എൻ്റെ സിസ്റ്ററിൻ്റെ മാരേജ്. ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമായിരുന്നു സിസ്റ്ററിൻ്റെ നടന്നത്. ഫിനാൻഷ്യലി ഒരു നല്ലൊരു ബാക്കപ്പുള്ള ഫാമിലി ആയിരുന്നില്ല ഞങ്ങൾ. എന്നാലും ഞങ്ങൾ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഡൗറി കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ നല്ല രീതിയിലാണ് മാരേജ് നടത്തിയത്. മെയ് 28, 2019 എൻ്റെ അമ്മയ്ക്കൊരു ആക്സിഡൻ്റായി, റിബ്സ് ഫ്രാക്ചറായി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാനായിട്ട് വരുന്നത്. കാരണം എൻ്റെ ജോലി, എൻ്റെ പപ്പായ്ക്കൊരു കുഞ്ഞ് ടീ ഷോപ്പ്, അമ്മ അവിടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ് ഞങ്ങളുടെ കടങ്ങളെല്ലാം തീർക്കാനായിട്ട്. മാസം അറൗണ്ട് ഒരു 65,000-70,000 റുപ്പീസ് വേണം. പലിശയും EMIയും എല്ലാ കാര്യങ്ങളോട് വെച്ച് മാനേജ് ചെയ്യാനായിട്ട് പോകാനായിട്ട്. ഒരു 3-3.5 വർഷം കൊണ്ട് തീർക്കാൻ പറ്റുന്നുള്ളൊരു കോൺഫിഡൻറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അമ്മ ആക്സിഡൻ്റായി വീണ സമയത്ത് എൻ്റെ സകല കാൽക്കുലേഷനും തെറ്റി. ഞാൻ എന്ത് ചെയ്യണം എന്നറിയാത്തൊരു സിറ്റുവേഷനിലായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞൊരു 5 മാസം എൻ്റെ ഉടമ്പടിയിൽ ഒരെണ്ണം എൻ്റെ അമ്മ എത്രയും പെട്ടെന്ന് ഓക്കെ ആയി വരണമെന്നായിരുന്നു. 5 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയെ ഞാനിവിടെ കൊണ്ടുവരാൻ പറ്റി. എന്താ, കടങ്ങൾക്കൊന്നും ഒരു മാറ്റവും ഇല്ല. 2020 ആയപ്പോഴത്തേക്ക് കോവിഡ് വന്നു. ഷോപ്പിൽ ബിസിനസ് ഉണ്ടെങ്കിലും എൻ്റെ ജോബ് എനിക്ക് ആ സമയത്ത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു ഹോം ലോൺ അപ്ലൈ ചെയ്തു, അതും ഒന്നും നടക്കുന്നില്ല. എൻ്റെ രണ്ടാമത്തെ നിയോഗമായിരുന്നു ഹോം ലോൺ. 2020 ഡിസംബർ ആയപ്പോഴത്തേക്ക് എനിക്ക് ഹോം ലോൺ അപ്രൂവൽ ചെയ്ത് കിട്ടി. 10 ലക്ഷം രൂപയായിരുന്നു അപ്രൂവൽ ആയത്. ഞാൻ എക്സ്പെക്ട് ചെയ്ത് 20 lakhs ആയിരുന്നു. എനിക്ക് എല്ലാം അവരുടെ പ്രോസസ്സിങ് ചാർജ് കട്ടിങ് എല്ലാം പോയിട്ട് 9,22,000. എനിക്ക് ആ മാസം ഒരിടത്തുനിന്ന് പലിശയ്ക്ക് എടുത്ത 10 ലക്ഷം രൂപ കൊടുക്കണമായിരുന്നു. നവംബറിൽ എനിക്ക് പേയ്മെൻറ്റ് കിട്ടുന്നു. ഡിസംബർ ആയിട്ട് എനിക്ക് ആ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല, കൊടുത്ത് തീർക്കാൻ പറ്റില്ല. കാരണം പലിശ എൻ്റെ ഉണ്ട്. എനിക്ക് ആ മുതലിൽ ഒരു 78,000 രൂപയുടെ കുറവ്. ഞാൻ വളരെ വിഷമത്തിൽ, എൻ്റെ അമ്മ പപ്പ എല്ലാവരും ഉണ്ടെങ്കിലും എല്ലാവരുടെയും സിറ്റുവേഷൻസ് അറിയാം. ഇതൊന്നും ആയിരുന്നില്ല കടങ്ങൾ, ഒത്തിരി കടങ്ങളുണ്ട്. അക്കൂട്ടത്തിൽ ഒരു ഏറ്റവും മേജർ ഉള്ളൊരു കടമായിരുന്നു അത്. ഞാൻ 2020 ഡിസംബർ 18 തീയതി ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഡെയിലി ഞാൻ ജോലിക്ക് പോകാറ്. എനിക്ക് 1 ലക്ഷം രൂപ തരണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. വേറൊരു ഓപ്ഷനും ഇല്ല. എനിക്ക് എൻ്റെ കടങ്ങളെല്ലാം തീർത്ത് അണീവനാക്കി തരണം. എനിക്കിനി എന്തെങ്കിലും ഒരു സേവിങ്സോ അല്ലെങ്കിൽ എനിക്ക് ജീവിതകാലം മുഴുക്കെ ഞാനിങ്ങനെ പോകുമെന്നുള്ളൊരു പേടി. അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് 10 മണിയായപ്പോൾ എൻ്റെ അമ്മ വിളിച്ച് പറയുമായിരുന്നു, നിർമ്മൽ ലോട്ടറി അടിച്ചു, 1ാം സമ്മാനം. ഞാൻ അമ്മയുടെ അടുത്ത് ചോദിച്ചത് 1 ലക്ഷം രൂപ കിട്ടിയാൽ മതിയെന്നായിരുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് 70 ലക്ഷം രൂപ അടിച്ചു. 42 ലക്ഷത്തി സംതിങ് റുപ്പീസ് ഉണ്ടായിരുന്നു. എല്ലാം കടങ്ങൾ തീർക്കാനുള്ള പേയ്മെൻറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് മാത്രം ആഗ്രഹിച്ചിട്ടുള്ളൂ. ഇത്രയും വലിയൊരു സാക്ഷ്യമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഭവനത്തിൽ. അത് തന്നെ ഞാൻ മാതാവിനോട് നന്ദി പറയുന്നു. പിന്നീട് എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റിയായിരുന്നു 2021 ഏപ്രിൽ 8. എനിക്കൊരു 10 വർഷം പഴക്കമുള്ള ബൈക്കാണ് എൻ്റെ ഉള്ളത്. ആ സമയത്ത് മേടിച്ചൊരു എക്സ്പെൻസീവ് ഹെൽമെറ്റ് ആണെങ്കിൽ പോലും അത് ഇച്ചിരി പഴയതായി. എൻ്റെ ഒരു ബ്രദറിന് ഒരു ഹെൽമെറ്റ് ഉണ്ട്. അവൻ 6 മാസമായത് മേടിച്ചിട്ട് ബൈക്കിൻ്റെ പുറകിലിരുന്ന് പോകുമ്പോഴത്തേക്ക് വെക്കാൻ വേണ്ടി മാത്രം മേടിച്ചിരുന്നതാണ്. എനിക്ക് അന്നത്തെ ദിവസം പെട്ടെന്ന് അവൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, എനിക്ക് നിൻ്റെ ഹെൽമെറ്റ് തരാമോ? ഞാൻ ആ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് പോയി തിരിച്ച് ഓഫീസിൽ നിന്ന് വരുന്ന വഴിക്കായിരുന്നു എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റിയത്. 3 പ്രാവശ്യം എനിക്ക് തല അടിച്ചതറിയാം. എനിക്കൊന്നും പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു, കാരണം ഹെൽമെറ്റ് ഉള്ളതുകൊണ്ട്. പക്ഷേ അന്നത്തെ ഒരു ദിവസം അത് എനിക്ക് മേടിക്കാനായിട്ട് അമ്മയുടെ ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഇത്രയും വലിയൊരു അനുഗ്രഹം തന്നതിന് ഞാൻ മാതാവിനും തിരുക്കുമാരനോടും നന്ദി പറയുന്നു.